അങ്ങനെ ഇന്ന് നമ്മുടെ ഹസന ഉംറ സംഘം ഹുദൈബിയയിൽ പോവാണ്. ഹുദൈബിയയിൽ പോകണം. അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ ഫാമിൽ പോകണം. ഹുദൈബിയ സന്ധി വിശദീകരിക്കണം. അങ്ങനെ എല്ലാ ഉദ്ദേശങ്ങളുമായി ഞങ്ങൾ യാത്ര തിരിച്ചതാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ആരും മരുഭൂമിയിലേക്കല്ല. മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യവും ഒട്ടകത്തെ ജീവിക്കുന്ന സാഹചര്യം രണ്ടും രണ്ടാണ്. ഒട്ടകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് മരുഭൂമിയിലേക്ക് മാത്രമാണ്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഒട്ടകങ്ങളുടെ ജീവിതം അവരെന്ത് ചെയ്യും മുന്നോട്ട് പോകുന്നതും ഒട്ടകങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഭക്ഷണമെല്ലാം അള്ളാഹു ഇവിടെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒട്ടകങ്ങൾ നമ്മളുണ്ട് ഇപ്പൊ മരുഭൂമിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മറ്റു നാടുകളിൽ ലഭിക്കുന്ന പോലെ ഭക്ഷണങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടകങ്ങളുടെ ഈ മുകളിലൊരു കുളമ്പുണ്ട്, ഒരു ഉയരം കണ്ടില്ലേ? ആ സാധനം അള്ളാഹു അവർക്ക് തയ്യാറാക്കി കൊടുത്തു. അവർക്ക് ഭക്ഷണം സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. അതിൻ്റെ അകത്ത് അവർക്ക് 25 കിലോയോളം ഭക്ഷണം സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്. അത്ര ഒട്ടകത്തിന് ഹിസ്റ്ററി പറയുന്നതാണ്. അതുപോലെ തന്നെ ഒരു മണിക്കൂറിൽ 25ഓളം കിലോ ഭാരം വെച്ചുകൊണ്ട് 18 കിലോമീറ്റർ ഒറ്റ മണിക്കൂറിൽ ഓടാനുള്ള കഴിവുകൾ ഈ ഒട്ടകത്തിനുണ്ട്. അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ മൂക്കുണ്ട്. നിങ്ങൾ ഈ മൂക്കിതാ ഈ മൂക്കണ്ടില്ലേ? ആ മൂക്കണ്ടില്ലേ? മൂക്ക് ശ്രദ്ധിച്ചോ? നമ്മളെ മൂക്ക് പോലെയാണോ? അല്ലേ? അല്ല, നമ്മളെ മൂക്ക് പോലല്ലേ? കേട്ടോ, അപ്പൊ ആ മൂക്ക് നമ്മളെ മൂക്ക് പോലല്ലേ? അതുപോലെ ചപ്പിയിടല്ലേ? അപ്പൊ എന്തുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്, മരുഭൂമിയിൽ ഈ ഇടക്കിടക്ക് മണൽക്കാറ്റുകൾ വരും. ഈ മണൽക്കാറ്റ് വരുമ്പോ ഈ ഒട്ടകങ്ങൾ മൂക്കിലേക്ക് മണൽ പോവാതെക്കാന്ന്. മനസ്സിലായില്ല? രണ്ടാമത് പറയുന്നത് വെച്ചാല് ഇവരെ വെള്ളത്തിന് ക്ഷാമം വരുമ്പോ കള്ളിമുൾ ചെടികളിൽ നിന്നാണ് ഇവര് വെള്ളം സൂക്ഷിക്കാം. വെള്ളം കുടിക്കാൻ വേണ്ടി പോവാം. ആ കുടിക്കാൻ വേണ്ടി അതിന് കടിക്കാൻ നോക്കാൻ ഇത് മൂക്ക് കുത്തിയിട്ട് മൂക്കിന് ഡാമേജ് വരാതെക്കാനാണ് അവരുടെ മൂക്ക് അങ്ങനെ ആക്കിയത്. അതുപോലെ തന്നെ ഒട്ടകങ്ങളെ കാല് നോക്കിയാൽ ഈ കാലിന്റെ അടി കറക്റ്റ് പരപ്പായിരിക്കും ഉണ്ടാവാം. നമ്മുടെ നാട്ടിൽ പശുവിനൊക്കെ എങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ ചെരിവുണ്ടാവും. ഇത് കറക്റ്റ് ഇതിന് ഫ്ലോർ പരപ്പുണ്ടാവാം. അതായത് മരുഭൂമിയിൽ പല സ്ഥലങ്ങളും ചവിട്ടിയാൽ പൂണ്ടുപോകുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങൾ എത്തുമ്പോൾ അവർക്ക് എന്താണ്, ചവിട്ടുമ്പോൾ അവരെ കാല് പൂണ്ടുപോയി അവർ മറിഞ്ഞ് വീഴാതെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കാലിൽ ഇങ്ങനെ സംവിധാനം ചെയ്തത് എന്നുള്ളതും ചരിത്രങ്ങൾ പറയപ്പെടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒട്ടകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു സമയത്ത് ഒട്ടകത്തിന് വെള്ളം കിട്ടിയാലും ഒറ്റ സമയത്ത് 25 ലിറ്റർ വെള്ളം സൂക്ഷിക്കാനുള്ള കഴിവുകൾ ഈ കുളമ്പിനുള്ളിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒട്ടകത്തെ കുറിച്ച് ചെറിയൊരു എളിയ അറിവ്. എളിത് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ഒട്ടകത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും എന്തുകൊണ്ടും വളരെ സന്തോഷമാണ്. കാരണം എല്ലാവരും അപേക്ഷിച്ചും അവർക്കൊരു പ്രത്യേകമായ ഒരു പുതുതായ കാഴ്ചയാണ് ഒട്ടകത്തിൻ്റെ കാഴ്ചകൾ എന്നുള്ളത്. ഇത് വെള്ളം ഇവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് കുടിക്കാനുള്ള വെള്ളമാണിത്. ഒരു മാസത്തിനുള്ള വെള്ളം, ഒരാഴ്ചക്ക് വെള്ളം ഒന്നിച്ചു കൊണ്ടില്ല, ഫുള്ള് വെള്ളമാണ്. ഇത് കണ്ടില്ലേ? ഇതിവിടെ വെള്ളമാണ്. ഇവിടെയുള്ള ജോലിക്കാർക്ക് അവർക്ക് കുടിക്കാൻ, കുളിക്കാൻ എല്ലാം ഉപയോഗിക്കാനുള്ള വെള്ളമാണ് ഈ കാണുന്നത്. സാധാരണ ഇത്ര ബാക്കിയെ ഗാഡി جرب شوف هاي ترى جرب. चेक करो, आप चेक करो. شوف انت مدير شوف اول. شوف بسم الله. بسم الله بس. ها كويس هاي كويس. سال من بوله. ഇത് ഒട്ടകത്തിൻ്റെ ഈ ഫാമിൻ്റെ അടുത്തുള്ള, അതായത് ഈ ഒട്ടകത്തിൻ്റെ ഫാമിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കുള്ള ജോലിക്കാർ താമസിക്കുന്ന ഇടങ്ങളാണ്. ഒന്ന് കണ്ടു നോക്കാം. ഇത് കിച്ചണാണ് അവരുടെ, കണ്ടില്ലേ? അവരുടെ കിച്ചൺ. അവരടുപ്പുണ്ട്, ഗ്യാസുകളുണ്ട്, ചെറിയൊരു സംവിധാനം അത്രമാത്രം. അതിനുശേഷം ഇതവർ കിടന്നുറങ്ങുന്ന കിടപ്പാടം.
ഈ ഒട്ടകം കണ്ടില്ലേ, ഇത് യാത്രക്കുള്ള ഒട്ടകമാണ്. ഒട്ടകത്തിൽ കയറി സവാരി, ഒട്ടക സവാരി നടത്താം. 10 രൂപ മാത്രം. ഓക്കെ, മരുഭൂമിയിലൂടെ ഒട്ടക സവാരി നടത്തണമെങ്കിൽ 10 രൂപ ചിലവ്. ഇത് ഒട്ടകങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണല്ലേ, ഒട്ടകങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം. ഇതിവിടെ ഇവർ കുളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. മറ്റു കാര്യനിർവഹണങ്ങളൊന്നും ഇവിടെ നിന്നല്ല, അതൊക്കെ തന്നെ ഒഴിഞ്ഞ ഏരിയ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതവർ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരിടം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ ഹുദൈബിയ സന്ധി നടന്ന ആ ഒരു സ്ഥലത്താണുള്ളത്. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചുരുക്കം സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ഹിജറ പോയി. സ്വന്തം നാട്ടിൽ നിന്ന് ആ നാട്ടുകാരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ആണ് ഹിജറ പോകുന്നത് അല്ലേ. അങ്ങനെ ഹിജറ പോയി, നമ്മളൊക്കെ പറഞ്ഞല്ലേ, സൗറ് പോയി, അവിടുന്ന് ഞങ്ങൾ ഹിജറ പോവുക ചെയ്യുന്നിട്ടാ. സൗറിന് അവിടുന്ന് ചരിത്രം അവിടെ ക്ലോസ് ചെയ്താ. അങ്ങനെ ഹിജറ പോയി മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇന്നേക്ക് 5 വർഷമായി. 5 വർഷമായപ്പോഴേക്കും മദീനത്ത് ഏകദേശം ഇസ്ലാം അങ്ങോട്ട് പ്രഭയാർജിച്ചിട്ടുണ്ട്. ഏകദേശം ഭാഗത്തൊക്കെ ഇസ്ലാം അങ്ങോട്ട് നല്ല പ്രഭയോളായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കാം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വപ്നം കാണാം. എന്താ അറിയോ, തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും മക്കയിലേക്ക് പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വരുന്നതും, അങ്ങനെ ഉംറ കഴിഞ്ഞ് അവരെല്ലാവരും മുണ്ടനം ചെയ്യുന്നതും, അതിനുശേഷം ഉംറയ്ക്ക് ശേഷം അറവ് സുന്നത്തുണ്ട്, ഹജ്ജിന് ഉംറയ്ക്ക് ശേഷമൊക്കെ. അപ്പം അതിനുശേഷം അവരെല്ലാവരും അറവ് നടത്തുന്നു സ്വപ്നം കണ്ടു. എത്ര വർഷം കഴിഞ്ഞപ്പോ? 5 വർഷം കഴിഞ്ഞപ്പോ അല്ലേ. അങ്ങനെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും, ഞാൻ പറഞ്ഞിരുന്നു, നബിമാരുടെ സ്വപ്നങ്ങളൊന്നും എന്തല്ല വെറുതെ കാണുന്ന സ്വപ്നമല്ല. അത് നമ്മൾ മുമ്പ് എന്തോ സംഭവം പറഞ്ഞു പോകാനില്ലെന്നോ. നബിമാര് എന്ത് സ്വപ്നം കണ്ടാലും അത് യാഥാർത്ഥ്യം ഉണ്ടാവുള്ളൂ. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ സ്വപ്നം കണ്ടപ്പോ തങ്ങൾക്ക് അടുത്ത ദിവസം വല്ലാത്ത സന്തോഷമായി. കാരണം എന്താ അറിയോ, 5 വർഷമായി ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും അവിടുത്തെ ശല്യം സഹിക്കാൻ കഴിയാതെയായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നാട്ടിൽ നിന്ന് പോയത്. പ്രിയമുള്ളവരെ, ആർക്ക് വേണ്ടി? സ്വന്തം ആരംഭപ്പൂവിനോട് അപ്പോഴും അവർക്ക് ദേഷ്യമില്ല. ആരംഭപ്പൂവിന്റെ ആശയത്തെയാണ് അവർക്ക് വെറുപ്പ്. ആ ആശയം കാരണം എന്തായി, മുത്തിനോട് അവർക്ക് വെറുപ്പായി. അതുകൊണ്ടാണ് അവർ ആക്രമിച്ചത്. അവർ കൊടൽമാനെ തല കൊണ്ടിട്ടത് മുഹമ്മദിനെ. അതുകൊണ്ടല്ലേ ഹജറുൽ അസ്വദിൽ മുഹമ്മദ് വന്നപ്പോൾ അവർ സന്തോഷിച്ചത്. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ടപ്പോൾ അവർ സന്തോഷിച്ചില്ലേ? അപ്പൊ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. പക്ഷെ തങ്ങൾ ദീന് പറഞ്ഞതാണ് അവരുടെ പ്രശ്നം. അങ്ങനെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു, ഏതായാലും സ്വപ്നം കണ്ടല്ലേ, പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോവാൻ. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചുരുക്കം സ്വഹാബത്തും പോകുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോ മദീനയിലുള്ള സ്വഹാബത്തുകൾ എല്ലാവരും തങ്ങളെ ഞങ്ങളും കൂടെ വരട്ടെ എന്നങ്ങനെ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ ചുരുക്കം സ്വഹാബത്തിൽ മക്കയിൽ നിന്ന് മദീന പോയവരുണ്ട്. ആദ്യകാലങ്ങളിൽ മക്കയിൽ നിന്ന് മദീനയിൽ പോയവരുണ്ട്. ഇതെന്തായി, അവിടുന്ന് വിശ്വസിച്ചവരും കൂടെ ഞങ്ങളും കൂടെ പോരട്ടെ തങ്ങളെ എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിന് എല്ലാവർക്കും സമ്മതം കൊടുത്തു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം രേഖപ്പെടുത്തിയായിട്ട്. എന്ത് അന്ന് അത്ര പേർക്ക് സമ്മതം കൊടുക്കാൻ കാരണം, 5 വർഷം മുമ്പ് ഇവിടുന്ന് ഇവരുടെ ശല്യം കൊണ്ടാണ് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ഹിജറ പോകുന്നത്. അപ്പൊ ഇനി 5 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥകളും അന്തരീക്ഷവും ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് പോരുമ്പോ ഒരു പിൻബലം എപ്പോഴും നല്ലതല്ലേ. ഏതൊരു വിഷയത്തിനും ഒറ്റക്ക് ചെയ്യുന്നതും ഒരു സഭ ചെയ്യുന്നതും മാറ്റം ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ ഒരു പിൻബലം നല്ലതാണ്. ഏത് പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1400ഓളം വരുന്ന സ്വഹാബത്തും മദീനയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോരാ, മക്കയിലേക്ക് പോരാ. അപ്പൊ മദീനയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പോകുന്നതാണ്. അപ്പൊ എവിടെയാ മദീനക്കാരുടെ മീഖാത്ത്? എനിക്ക് പ്രവാസികളല്ലാത്തവർ വേണം. അപ്പൊ മദീനക്കാരുടെ മീഖാത്ത് ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ട് എന്തായി, ഇഹ്റാം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പോന്ന്. കൂടെ കുറെ ബലി മൃഗങ്ങളുണ്ട്. കാരണം ഉംറ കഴിഞ്ഞാൽ അവർക്ക് എന്താ അറുക്കാനുള്ള. അങ്ങനെ ഈ മൃഗങ്ങളുമായി എല്ലാം വന്നു. അന്നത്തെ വരവ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മദീനത്ത് പോകുമ്പോൾ വെറും 4-5 മണിക്കൂറാണ് മദീനത്തും നമ്മൾ. അതേ സമയത്ത് ഏകദേശം വെറും 480ഓളം കിലോമീറ്റർ ശരാശരി ദൂരമുള്ള മദീനയിൽ നിന്ന് ഇങ്ങോട്ട് ഒട്ടകത്തിൽ കയറിക്കൊണ്ടാണ് വരുന്നത്.
പലരും നടന്നിട്ടാണ് വരുന്നത്. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും വന്നു. സനിയ എന്ന് പറയുന്ന ഒരു സ്ഥലമെത്തി. എന്ന് പറയുന്നത് കുറച്ചപ്പുറത്താട്ടാ. സനിയ എന്ന് പറയുന്ന സ്ഥലമെത്തിയപ്പോ അവിടുന്ന് ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല. മക്ക മദീന റൂട്ട് നേരെ പോകുന്ന ഹൈവേ സങ്കല്പിക്കുക. അപ്പൊ സനിയ എത്തിയപ്പോ എന്തായി, സനിയയിൽ നിന്ന് ഇങ്ങോട്ടാണ്, അതായത് ഹുദൈബിയയുടെ വഴിക്കാണ് ആര് വരുന്നത്, ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകമായിരുന്ന ഖസ്വാ വരുന്നത്. അപ്പൊ ഈ ഖസ്വാനെ കുറിച്ച് ഞാൻ മുമ്പ് അറഫ എന്ന് പറഞ്ഞില്ലേ, ആരംഭപ്പൂവിന് എന്താണോ ആവശ്യം അങ്ങനെയാണ് ഖസ്വാന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞിരുന്നോ? അതായത് ഖസ്വാന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാല്, ഖസ്വാ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് ഇറങ്ങണം തോന്നിയ ഖസ്വാ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് താഴ്ന്നുറക്കും. തങ്ങൾക്കൊരു ക്ഷീണം വരുന്നുണ്ടെന്ന ഖസ്വാ എന്തെങ്കിലും താഴ്ന്നിട്ട് കൊണ്ട് നിർത്തും. തങ്ങൾക്കൊന്ന് സ്പീഡിൽ പെട്ടെന്ന് പോകണം തോന്നിയാല് ആ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം, ഒരു ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വ. ഖസ്വ എന്നുള്ള ഒട്ടകം എന്ത് ചെയ്യും, പെട്ടെന്ന് നടക്കും. ഇത് ഖസ്വ എന്ന ഒട്ടകത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസ്വ നേരെ സനിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഹുദൈബിയ വഴിയിലേക്ക് പോകുന്നു. അങ്ങനെ ഹുദൈബിയ വഴിയിൽ വന്ന് ഈ സ്ഥലത്തെത്തിയപ്പോൾ ഖസ്വ ഇവിടെ നിർത്തി. ആരംഭപ്പൂവ് പറഞ്ഞു, നമ്മ അബ്രഹത്തിന്റെ രാജാവിനെ ആനക്കലാ സംഭവം ഉണ്ടായില്ലേ, കാബ പൊളിക്കാന്, അന്ന് അവരെ തടഞ്ഞു നിർത്തിയ അള്ളാഹുവാണ് എന്തായി നമ്മളെയും സംഘത്തിനെയും ഇവിടെ തടഞ്ഞു നിർത്തിയത് എന്ന് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു. അതായത് നമുക്ക് അങ്ങോട്ട് കടക്കാൻ സമയമായിട്ടില്ല എന്നർത്ഥം. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇവിടെ എത്തി എന്നുള്ള വിവരം മക്കയിൽ അറിഞ്ഞു. അതോടെന്തായി, അബൂജഹലും കൂട്ടർക്കൊരു അടക്കം. കാരണം 5 വർഷം കഴിഞ്ഞെങ്കിലും മുഹമ്മദ് ഇഞ്ഞു വന്നവിടെ ഇനി പ്രശ്നം ഉണ്ടാക്കും, ഇതാണ് അവരുടെ ഭാവന. അതോടെന്തായി, അവിടുന്ന് ഒരു സംഘം ആദ്യം ഈ സഭ വീക്ഷിക്കാൻ വേണ്ടി വന്നു. അവർ ഇവിടെ എന്തായി, തെമ്പടിച്ചു. മുത്തായ തങ്ങളും സ്വഹാബത്തും ഇവിടെ തെമ്പടിച്ചു. അങ്ങനെ തെമ്പടിച്ച് അവരിവിടെ നിന്ന് അടുത്ത ഈ ഓർഡർ കിട്ടിയിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകണമെങ്കിൽ, അങ്ങനെ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ വന്നു നോക്കുമ്പോ അവിടുന്ന് ഇങ്ങോട്ടൊരു വീക്ഷണത്തിന് വേണ്ടി ഒരു സംഘം വന്നപ്പോ അവർ കാണുന്ന രംഗം എന്താണെന്നറിയോ, ആരംഭപ്പോ ഇങ്ങനെ വുളു എടുക്കുമ്പോ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കുന്ന ഓരോ വെള്ളത്തിന്റെ തുള്ളികളും സ്വഹാബത്ത് ഇങ്ങനെ വാരി കുടിക്കുക ചെയ്യുന്നു. മനസ്സിലായല്ലേ? അവര് കുടിക്കുന്നു, പലരും ശരീരത്തിൽ തേക്കുന്നു. നമ്മൾ കേട്ടില്ലേ, തങ്ങൾ ഒന്നും തന്നെ എന്താവല്ല, വേസ്റ്റ് ആവാറില്ല. തങ്ങളുടെ മലം ഭൂമി എപ്പം തന്നെ ഒഴുകും. തങ്ങളോട് എന്തായി, തങ്ങളെ രക്തങ്ങൾ ഒറ്റിക്കഴിഞ്ഞാല് രക്തം കുടിച്ച സംഭവങ്ങളൊക്കെ വിശാലമായ സ്റ്റോറികളുണ്ടല്ലോ. ഏതായാലും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് അത്രത്തോളം ആയിരുന്നു. പ്രിയമുള്ളവരെ, ഒരു സ്വഹാബി എന്ന് പറഞ്ഞാൽ എത്ര ഔലിയാക്കൾ കൂട്ടി വെച്ചാലും ഒരു സ്വഹാബിന്റെ പവർ ഉണ്ടാവില്ല. ഈ സ്വഹാബി ആവണമെങ്കിൽ എന്തോ വർഷം വേണ്ട, ആരംഭപ്പൂവിന്റെ കൂടെ അല്പസമയം ചെലവഴിച്ച ഒരാൾ, അതാണ് സ്വഹാബി എന്ന് പറഞ്ഞത്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം റാഹത്തിലാക്കി തെരുമാറാവട്ടെ. അങ്ങനെ ഇവിടെ ഹുദൈബിയിൽ ഇവർ തെമ്പടിച്ചു. ഇവരെ ദിവസം മുന്നോട്ട് പോവാ. നിന്ന് ബുദ്ധിമുട്ടാവുണ്ടോ? കുറച്ചു നേരം കൂടി ആരംഭപ്പൂവിനെ കുറിച്ച് പറയാനല്ലേ അല്ലെ? നമ്മളെ ആരോഗ്യം അവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ചെലവഴിക്കുക. അള്ളാഹു നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ബസ് എന്ന് പറഞ്ഞാൽ മതി. എന്നോണ്ട് കൂട്ടുകാർ ചിലപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ ബസ് എന്നാണ് പറഞ്ഞ പോലെ. ചിലർ ചോദിക്കാറുണ്ട്, ബസ് എന്ന് പറഞ്ഞാൽ സുഖമാണ്, AC ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം, ഉറക്കം വരൊക്കെ ഉറങ്ങുക ചെയ്യാം. പക്ഷേ ഓരോ സംഭവം നടന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇല്ലാത്ത സ്ഥലത്ത് ഒപ്പിച്ചുണ്ടായി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് വന്ന് വീക്ഷിച്ചപ്പോൾ ഇവരെ കണ്ട രംഗത്തല്ലേ, ഇവർ നേരെ മക്കയിൽ പോയി പറഞ്ഞു കൊടുത്ത്, എന്തറിയോ, മുഹമ്മദും കൂട്ടരും മുഹമ്മദിന്റെ അനുയായികൾ ചില്ലറക്കാരല്ല. കാരണം അവര് അത്രമാത്രം മുഹമ്മദ് ഇഷ്ടപ്പെടുന്നുണ്ടോണ്ടല്ലേ ഈ വുളു കൊടുക്കുന്ന വെള്ളം വരെ, ഇതൊന്നും സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ വുളു കൊടുക്കുന്ന വെള്ളം വരെ കുടിക്കുന്നു. ഇതൊക്കെ വിഷയം അവിടെ മക്കയിൽ പോയി റിപ്പോർട്ട് അടിച്ചു. അങ്ങനെ മക്കയിൽ റിപ്പോർട്ട് അടിച്ചു. ആ ഒരു സ്റ്റേജാണ് നിൽക്കുന്നത് കേട്ടോ. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ്, ആ സഭ എല്ലാവരും കൂട്ടി പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊന്ന് മക്കയിൽ പോയിട്ടൊന്ന് വരി, നിങ്ങൾ ഒന്ന് മക്കയിൽ പോയിട്ട് ഒന്ന് വിവരങ്ങൾ കൊടുത്തു വരി. ഇങ്ങനെ മുഹമ്മദ് സംഘം വന്നിട്ടുണ്ട്, ഞങ്ങൾ ഉംറക്ക് വന്ന, കാരണം അള്ളാഹുവിന്റെ ഓർഡർ വന്നിട്ടില്ലല്ലോ. അപ്പൊ എന്തോ ഒരു സരസ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ എന്താ, ഇനിയൊന്ന് പോയി വിവരങ്ങൾ കൊടുത്തു വരി, മുഹമ്മദ് സംഘം ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്, വേറൊന്നുമില്ല, അത് കഴിഞ്ഞാൽ തിരിച്ചു പോരും. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഒരു പക്ഷെ എന്നെ തിരിച്ചു വിട്ടോളുന്നില്ല. കാരണം എന്താ, അലി പുലി എന്നല്ല പറയല്, അലി റളിയല്ലാഹു പുലി അല്ല. അതായത് അലി റളിയല്ലാഹുവിനാണോ ഉമർ റളിയല്ലാഹു ഒരാൾ. ഏതായാലും അവരിങ്ങനെ പറഞ്ഞു, ഞാൻ പോയി, എന്റെ ബാക്കിക്കാരൊന്നുമില്ല. അതേ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് പോകുന്നതെങ്കിൽ, ഉസ്മാൻ തങ്ങൾ പാപ്പാന്റെ ഫാമിലി അവിടെ ഉണ്ട്,
തങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു, പക്ഷെ തങ്ങൾ ഫാമിലി അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ അതായിരിക്കും ഖൈർ എന്നുള്ള അഭിപ്രായം ഈ ഇവര് പറഞ്ഞത് പ്രകാരം ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉസ്മാൻ തങ്ങൾ പാപ്പാനോട് പറഞ്ഞയച്ചു. ഉസ്മാൻ തങ്ങൾ പാപ്പ നേരെ മക്കയിൽ പോയി വിവരങ്ങളെല്ലാം പറഞ്ഞു. മക്കയിലെത്തിയപ്പോ ഉസ്മാൻ തങ്ങൾ പാപ്പാനോട് മക്കക്കാർ പറഞ്ഞു, സംഗതി എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാലും ഇപ്രാവശ്യങ്ങൾ ഉംറ ചെയ്യാൻ സംഭവിക്കൂല. നിങ്ങൾക്ക് നിങ്ങളെങ്കിലും ഇവിടെ വന്നില്ലേ, നിങ്ങൾ വേണമെങ്കിൽ ഉംറ ചെയ്തോളി പോയിക്കോളി, ബാക്കി ഒരാളെ നമ്മൾ മുഹമ്മദിനെ കൂട്ടിങ്ങൾ അടുപ്പിക്കില്ല എന്നുള്ള ഒറ്റ നിർബന്ധത്തിലായി. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ സ്വഹാബത്ത് ഇവിടെ കാത്തിക്ക ആരറിയോ, ഉസ്മാൻ തങ്ങൾ പാപ്പാൻ. നമ്മളിപ്പോ ഈ ഓടി വന്ന ഈ ദൂരം ഇവരിങ്ങനെ കാത്തിക്ക വിവരം കിട്ടാൻ. അങ്ങനെ പോയി യാതൊരു വിവരമില്ല ഉസ്മാൻ തങ്ങൾ പാപ്പാന്റെ. ചിലയിടങ്ങളിൽ കാണാം ഒരു ദിവസമായി യാതൊരു വിവരമില്ല. ഇതോടെ ആരംഭപ്പോയി വല്ലാത്ത വിഷമമായി, സ്വഹാബത്തിന് ദേഷ്യം പിടിച്ചു. കാരണം ഉസ്മാൻ തങ്ങൾ പാപ്പാൻ ആരോ വധിച്ചു എന്ന് അവിടെ എന്തായി പുകയിപ്പിച്ച ആരോ ഒരാൾ. അങ്ങനല്ലേ നിങ്ങൾ സഭയിൽ എന്താ ചെറുതായി പുകയിപ്പിച്ചാല് നെഗറ്റീവൊക്കെ ഒറ്റയടിക്കാൻ സ്പ്രെഡ് ആവൂലേ, അതുപോലെ എന്തായി ആരോ വധിച്ചു എന്ന് പറയുകയും കൊണ്ടായപ്പോ മുത്തായ തങ്ങൾക്കും സ്വഹാബത്തിനും ദേഷ്യം പിടിച്ചു. ആ സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ചെയ്തൊരു ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബൈഅത്ത് ഉണ്ട്. ആരംഭപ്പൂവ് കയ്യിനെ വെച്ച് അങ്ങനെ സ്വഹാബത്തിൽ ഓരോരുത്തരും ഒരാൾ കയ്യിങ്ങനെ വെച്ചു. അവസാനം കൈ ഇങ്ങനെ എല്ലാവരും ഈ കൈകൾ ഇങ്ങനെ വെച്ചു. അവസാനം ഒരു സ്പേസ് ഉണ്ടല്ലേ, ആരോ ഒരു ഒരാൾക്ക് കൈയൊക്കെ അവസരം അതാണ്. മാഷാ അല്ലാഹ്. ഉസ്മാൻ തങ്ങൾ പാപ്പാന്റെ കൈയൊക്കെ മനസ്സിലായി. ഉസ്മാൻ തങ്ങൾ പാപ്പ പോയി, ബാക്കി സ്വഹാബത്തെല്ലാം കൈവച്ചു ബൈഅത്തുർ റിദ്വാന്. അപ്പൊ അവസാനം വരുന്ന ഉസ്മാൻ തങ്ങൾ പാപ്പാനെ കൈ വെക്കുന്നതിന് പകരം ആരംഭപ്പൂവിന്റെ രണ്ടാമത്തെ കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് എല്ലാവരും തീരുമാനിച്ചു, നമ്മളിൽ നിന്ന് ഒരാൾ പോലും ബാക്കിയാവുന്നത് വരെ നമ്മൾ മക്കയിൽ പോയിട്ട് ഒമ്പം ചെയ്ത് എതിർക്കേണ്ടി വന്നാൽ എതിർക്കുന്നു. ആരും തയ്യാറായി. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന രൂപത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തി. അങ്ങനെ നിൽക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് ഈ ഉസ്മാൻ തങ്ങൾ പാപ്പാനെ തിരിച്ചിങ്ങളൊരു പറഞ്ഞേച്ചു. തങ്ങൾ സുഹൈൽ എന്നുള്ളവരൊന്ന്, സുഹൈലിന് പേര് വെക്കുമ്പോ എന്തോ സംഭവിക്കണ്ട, അത് ശത്രുക്കോയിപ്പെട്ട സുഹൈൽ എന്നുള്ളവരൊന്ന്, അതായത് അവരവിടുന്ന് ഒരു ദൂതനെ പറഞ്ഞയച്ചു എന്നർത്ഥം. അങ്ങനെ സുഹൈൽ എന്നുള്ളവരൊന്ന് പറഞ്ഞു, മുഹമ്മദ് സംഗതി നിങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഉംറ ചെയ്യാൻ സംഭവിക്കൂല, അവർ യുദ്ധത്തിന് വഴി നിൽക്കണം, ഉറപ്പിച്ചു നിൽക്കുകയാണ് മക്കക്കാര്. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ തിരിച്ചു പോവാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നിങ്ങൾ വന്നോളൂ ഇങ്ങോട്ട്. അങ്ങനെ അടുത്ത വർഷം വന്നാൽ നിങ്ങൾക്ക് ഉംറ ചെയ്യാനും 3 ദിവസം അവിടെ താമസിക്കാനും സൗകര്യം നമ്മൾ ചെയ്തരാ. ഇതൊക്കെ ഒറിജിനൽ നടന്ന സംഭവം, ഇവിടുന്ന് നടന്ന സംഭവത്തെ പറയണ്ട, എവിടുത്തുമല്ല. അങ്ങനെ എന്തായി, സുഹൈൽ എന്നുള്ളവര് ഈ വിവരം വന്ന് പറഞ്ഞപ്പോ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോഴും സംയമനത്തിന്റെയും വിശാല മനസ്കതയുടെയും നിറകുടമല്ലേ. ആരംഭപ്പോ എന്ത് ചിന്തിച്ചു, ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവിടുന്ന് ധിക്കാതെ പോയി പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു യുദ്ധം ഉണ്ടാവും അല്ലെ. ഉസ്മാൻ തങ്ങളെ തിരിച്ചു കിട്ടി. എന്നാൽ ഇനി നമ്മൾ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത വർഷം വന്ന് വിശാലമായി നമുക്ക് എന്ത് ചെയ്യാം, ഉംറ ചെയ്യാലോ. പ്രിയമുള്ളവരെ, ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് പാലായനം ചെയ്ത് തങ്ങൾ 5 വർഷം കഴിഞ്ഞ് വലിയ സന്തോഷത്തോടെ സ്വന്തം നാട്ടിലേക്ക് വരികയാ. അങ്ങനെ വരുന്ന സമയത്താണ് മുത്തായ തങ്ങൾക്കും സ്വഹാബത്തിനും ഈ ഒരു വിവരം കേൾക്കേണ്ടി വരുന്നത്, ഇത്തവണ നിങ്ങൾ എന്താ തിരിച്ചു പോകണം എന്നുള്ളത്. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേക്കും സ്വഹാബത്തും ആദ്യം ചെറുതായി ഒന്ന് മടിച്ചു. എങ്കിലും തങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം എന്നുള്ള തീരുമാനത്തെത്തി. അപ്പൊ ഈ സുഹൈൽ എന്നുള്ളത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉടമ്പടി എഴുതണം, വെറുതെ വാക്കുകൊണ്ട് കാര്യമില്ല, ഉടമ്പടി എഴുതണം. അങ്ങനെ ഉടമ്പടി എഴുതാൻ വേണ്ടി സ്വഹാബത്തിനോട് ഉടമ്പടി എഴുതാൻ വേണ്ടി റിപ്പോർട്ട് എഴുതാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ അഗ്രിമെന്റ് എഴുതൂലേ, ആ അഗ്രിമെന്റ് എഴുതാൻ വേണ്ടി തയ്യാറായി. സ്വഹാബത്ത് ആദ്യം തന്നെ എഴുതാണ്. ചില ഉപാധികൾ മുഖേനയാണ് ഇവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ സ്വഹാബത്ത് ആദ്യം തന്നെ എഴുതുകയാണ്. എന്താണെന്നറിയോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അങ്ങനെ എഴുതിയ സമയത്ത് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് ഇരിക്കുന്ന സഭയിൽ വെച്ചുകൊണ്ട് ഈ സുഹൈൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാരാണ്? ഈ റഹ്മാനും റഹീമുമായ അള്ളാഹു ആരാണ് ഞങ്ങൾക്കറിയില്ല. അവരാ വിശ്വാസികളല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന അള്ളാഹു എന്നൊരാളറിയാം, റഹ്മാൻ റഹീമും ആയ ഒരാളറിയില്ല. അതുകൊണ്ട് ബിസ്മില്ലാ, അതുകൊണ്ട് റഹ്മാൻ റഹീം വെട്ടാൻ പറഞ്ഞു. സ്വഹാബത്തിന് ഇങ്ങനെ ദേഷ്യം പിടിക്കാം. ഉമർ റളിയല്ലാഹു പറഞ്ഞു അതിന്റെ ഇടയിൽ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മളെ മതം ശരിയല്ലെന്ന് തോന്നിപ്പോയിന്ന്. കാരണം ആരംഭപ്പോ പറഞ്ഞു സ്വഹാബിന് വെട്ടു സ്വഹാബ,
ഈ സുഹൈൽ പറഞ്ഞപ്പോ പറയാ വെട്ടണം പറഞ്ഞപ്പോ എന്തായി മുത്തായ തങ്ങൾ ക്ഷമയുടെ അങ്ങേയറ്റം തങ്ങൾ പറഞ്ഞു വിട്ടു സുഹാബ. അങ്ങനെ സുഹാബത്ത് വെട്ടി. അപ്പൊ ബിസ്മില്ല അങ്ങനെ ഉടമ്പടികൾ എഴുതാ. ഒന്നാമത്തെ കരാർ എന്താ അറിയോ? ഒന്നാമത്തെ കരാറ് അടുത്ത 10 വർഷം ഈ മക്കയിൽ എന്തായി പോകാൻ പാടില്ല, മക്കയും നമ്മൾ തമ്മിൽ ഒരു യുദ്ധവും ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ കരാർ. അങ്ങനെ ആ ഒരു ഒന്നാമത്തെ കരാറിൽ എന്തായി, നല്ല കരാറാണ്, എല്ലാവരും ഒപ്പിട്ടു. രണ്ടാമതൊരു കരാർ എന്താ അറിയോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആര് വന്നാലും സ്വീകരിക്കാം. എത്രമാത്രം നിങ്ങൾ പക്ഷേ എത്രമാത്രം എന്താ സ്വാർത്ഥതല്ലേ. മക്കയിൽ നിന്ന് മദീനക്ക് വരുന്നവരൊക്കെ മുസ്ലിമാരെ തന്നെ സ്വീകരിക്കാൻ പാടില്ല. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരാണ് എന്താണ് മുസ്ലിമായൊരു മദീനത്ത് പോരൂല, ആരംഭ പോലും വിട്ട് പോരില്ലല്ലോ. ആര് വന്നാലും സ്വീകരിക്കാം എന്നുള്ളത്. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഅം. അപ്പൊ 2 ഉടമ്പടിയായില്ലേ. അങ്ങനെ കുറച്ച് ഉടമ്പടികൾ എഴുതിക്കൊണ്ട് അവസാനം ഇനി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സിഗ്നേച്ചർ സൈൻ ചെയ്യണം. അവിടെ എന്തായി ആരംഭ പൂവിന്റെ കൈ കൊണ്ടുകൊണ്ടായി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നങ്ങട് എഴുതി. നമ്മൾ എഴുതൂലേ അബ്ദുൽ അസീസ് ടി.പി. എഴുതൂലേ സൈനിന്റെ മുമ്പേ. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നങ്ങ് എഴുതി ഒപ്പിടാൻ നേരത്ത് സ്വഹാബത്തിനോട് ഈ തങ്ങളോടും സ്വഹാബത്തിനോടും ഈ സുഹൈൽ എന്നവർ പറയാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്? അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന ഒരു ആളെ നമുക്കറിയില്ല. മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, അബ്ദുള്ളന്റെ മകൻ മുഹമ്മദ് നമുക്കറിയാം. മനസ്സിലായില്ലേ? ആരംഭപ്പൂവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു ഈ മുഹമ്മദ് റസൂലുള്ള പറ്റൂല, മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയെ പറ്റുള്ളൂ. ഇതോടെങ്ങനെ സ്വഹാബത്ത് ഇങ്ങനെ പെരുപെരുക്കം ദേഷ്യം പിടിച്ചിരിക്കുക. കാരണം അവരെ മുത്തിനെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ആരംഭപ്പോ ക്ഷമയോടെ നിന്നു. ആ സമയത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളിങ്ങനെ മുത്തിന്റെ താടിമെങ്ങനെ കളിച്ചു. മനസ്സിലായില്ലേ? അപ്പണ്ട് ബാക്കുന്ന സ്വഹാബ ഒറ്റ കുത്തം കുത്തി. ഞങ്ങളെ ഹബീബിന്റെ താടിയിലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞ വല്ലാതെ ദേഷ്യത്തോടെ രൂക്ഷമായിക്കൊണ്ട് അങ്ങനെ മുത്തായ തങ്ങൾ പറഞ്ഞു വെട്ടു സ്വഹാബ, മുഹമ്മദ് റസൂൽ എന്നുള്ള റസൂലുള്ള വെട്ടു. അപ്പൊ സ്വഹാബത്ത് വെട്ടുന്നില്ല. സ്വഹാബത്തിന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുകയാണ് പ്രിയമുള്ളവരെ. കാരണം ആരംഭപ്പൂവെ ഇല്ലാതെ കഴിയുന്നത്ര താഴ്ത്തിക്കെട്ടല്ലേ. ആ സമയത്താണ് സ്വഹാബ ചോദിക്കുന്നത് എന്തിനാണ് നബിയെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? നമ്മളൊരു സംഘമില്ലേ, എന്ന് പോയി നമുക്കോട് യുദ്ധം ചെയ്താൽ പോരെ എന്നുള്ളതൊക്കെ പറയുമ്പോഴും മുത്തായ തങ്ങൾ പറഞ്ഞു ക്ഷമിക്കൂ സ്വഹാബ. അങ്ങനെ മുത്തായ തങ്ങളുടെ പേരിന് ശേഷമുള്ള റസൂലുള്ള സ്വഹാബത്ത് വെട്ടാത്തത് കണ്ടപ്പോ ആരംഭപ്പൂവ പെണ്ണങ്ങോട്ട് വാങ്ങി. എന്നിട്ട് തങ്ങൾ അങ്ങോട്ട് വെട്ടുവിട്ട്. അപ്പൊ എന്തായി മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നുള്ള തങ്ങളുപ്പാപ്പ എഴുതി. അങ്ങനെ ആ ഒരു കരാർ അവിടെ എന്താ ഒപ്പിടാൻ വേണ്ടി നിൽക്കാണ്. കരാർ തങ്ങൾ ആ നിൽക്കുന്ന സമയം ഒപ്പിട്ടില്ല. ഒപ്പിടുന്നതിന് മുമ്പ് ആ സഭയിലേക്ക് ജന്തൽ റളിയല്ലാഹു അൻഹു വരികയാണ്. ജന്തൽ റളിയല്ലാഹു അൻഹു വരുന്ന രൂപം എങ്ങനെയാണെന്ന് അറിയുമോ? ജന്തൽ റളിയല്ലാഹു അൻഹു വർഷങ്ങളോളം മാസങ്ങളോളമായി ചങ്ങലയിൽ കെട്ടിയിട്ടതാ. മക്കയിൽ നിന്നാണ് വരുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ ഒരേ ഒരു കാരണം കൊണ്ട് ജന്തൽ റളിയല്ലാഹു അൻഹു ചങ്ങലക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ദിവസങ്ങളോളം മാസങ്ങളോളം ചങ്ങലയിരുന്നു. ആരംഭപ്പോ അടുത്തു വരെ വന്നു എന്നറിഞ്ഞപ്പോ, അതായത് ഈ ഹുദൈബിയയിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോ ജന്തൽ റളിയല്ലാഹു അൻഹു എന്തായി എങ്ങനെയൊക്കെയോ ചങ്ങല പൊട്ടിച്ച് നേരെ ഇങ്ങോട്ട് വരാ. ഈ ജന്തൽ റളിയല്ലാഹു അൻഹു ആരെ മകനറിയോ? ഈ ജന്തൽ റളിയല്ലാഹു അൻഹു സുഹൈലിന്റെ മകനാണ്. സുഹൈൽ എവിടെയുള്ളത്? സുഹൈൽ എവിടെയുള്ളത്? ഇവിടെയാണ് ഹുദൈബിയയിൽ ആരംഭ പൂവിനടുത്തുണ്ട്. ജന്തൽ അവിടെ എന്തായി മെല്ലെ ജന്തൽ റളിയല്ലാഹു അൻഹു മെല്ലെ അവിടെ നിന്ന് എന്തായി രക്ഷപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയോ ഓടി. ഈ ജന്തൽ റളിയല്ലാഹു അൻഹു അറിയില്ല ഇവിടെ ഉപ്പയുണ്ട് എന്നല്ലേ. എങ്ങനെയൊക്കെയോ വന്ന് ആ കഴിയാത്ത ശരീരം കൊണ്ട്, രക്തങ്ങൾ ഉറ്റുന്ന ശരീരം കൊണ്ട് വന്നുകൊണ്ട് ആരംഭപ്പൂവിനെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം. കാരണം എന്ത്? എന്റെ ഹബീബിനെ ഞാൻ ഒരുപാട് മഹബത്ത് വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ മതത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ പേരിലല്ലേ ഞാൻ വർഷങ്ങളായി മാസങ്ങളായി പട്ടിണി കിടക്കേണ്ടി വന്നത്, ഞാൻ ചെങ്ങലക്ക് അടിമയാവേണ്ടി വന്നത്. അവിടുന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനിയെങ്കിലും എന്റെ ഹബീബിന്റെയും സംഘത്ത് സ്വഹാബത്തിന്റെയും കൂടെ എനിക്ക് മദീനയിലേക്ക് എവിടെയാക്കാലും പോവാലോ എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ജന്തൽ തങ്ങൾ പാപ്പ ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നു. ആ സഭയുടെ മുന്നിലേക്ക് ആരംഭപ്പൂവിന് അടുത്തേക്ക് വരുമ്പോ കാണുന്ന രംഗം എന്താ? തന്റെ ഉപ്പയാവുന്ന സുഹൈൽ എന്ന ക്രൂരൻ അവിടെ നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. ജന്തൽ തങ്ങൾ പാപ്പാൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു.
ജന്തൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറഞ്ഞു, തങ്ങളെ, തങ്ങളുടെ മതത്തിലേക്ക് ഞാൻ വന്നതിന്റെ പേരിലാണ് ഞാൻ ഈ കണ്ട അനുഭവങ്ങളെല്ലാം യാതനകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്നെ ഈ പോകുന്ന കൂട്ടത്തിൽ തങ്ങൾ കൂട്ടണമെന്ന് പറഞ്ഞു. ആ സമയത്ത് സുഹൈൽ ഒറ്റ വാക്ക എന്താ പറഞ്ഞറിയോ? അതായത് മുഹമ്മദ്, നമ്മൾ തമ്മിൽ ഉടമ്പടി ഉണ്ട്. എന്താ ഉടമ്പടി? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആര് വരാൻ തയ്യാറാണ് സ്വീകരിക്കാൻ പാടില്ല അല്ലേ? ഈ ഉടമ്പടി ഇപ്പോ തന്നെ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം ഉറപ്പാണ്. എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരംഭപ്പൂവിന് ഈ രംഗം കണ്ടുകൊണ്ട് വല്ലാത്ത വേദനയുണ്ട്, വിഷമമുണ്ട്. പക്ഷെ എന്താ ചെയ്യാനെ? കരാറെങ്ങാനും ലംഘിച്ചാൽ ഇവിടെ യുദ്ധവും നടക്കും. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്തൽ റളിയല്ലാഹു അൻഹു ആദ്യം ഈ സുഹൈലിനോട് പറഞ്ഞു, നമ്മൾ കരാറിൽ ഒപ്പിട്ടിട്ടൊന്നും ഇല്ലല്ലോ, അദ്ദേഹത്തെ കൂടി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ സുഹൈൽ എന്നവർ പറഞ്ഞു, ഒരു നിലക്കും പറ്റില്ല, നിങ്ങൾ ഇവരെ കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ യുദ്ധം നടക്കും. ജന്തൽ റളിയല്ലാഹു അൻഹു ആരംഭപ്പൂവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോ ആരംഭപ്പൂവിനെ കണ്ട ജന്തൽ റളിയല്ലാഹു അൻഹു ഹൃദയം പൊട്ടിക്കൊണ്ട് ജന്തൽ റളിയല്ലാഹു അൻഹു പറയുക, തങ്ങളെ, ഞാൻ ഒരുപാട് കാലമായി തങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ തങ്ങൾ ഇതുവരെ വന്നിട്ട് ഈ സാധുവായ ജന്തലിനെ കൂട്ടാതെ തിരിച്ചു പോവുകയാണോ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് ജന്തൽ റളിയല്ലാഹു അൻഹു വല്ലാതെ പൊട്ടിക്കരയുന്ന നിമിഷം, പ്രിയമുള്ളവരെ, സുഹൈലിന്റെ കൂടെ വന്ന ശത്രുക്കൾ ജന്തലിനെ ആ ചെങ്ങലയിൽ തന്നെ കെട്ടി വലിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുപോയി. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഈ രംഗം ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങ് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിപ്പിച്ചിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. കാരണം ജന്തൽ തങ്ങൾ പാപ്പാക്ക് അവിടെ തിരിച്ചു പോവലേ ആകെയുള്ള പരിഹാരമുള്ളൂ, അല്ല എങ്കിൽ ഇവിടെ എന്താ വലിയ ഘോരമായ യുദ്ധം നടക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ കരാറിൽ ഒപ്പിട്ടു. അങ്ങനെ അവർ കരാറെല്ലാം തീരുമാനിച്ചു. ഇവിടുന്ന് തിരിച്ചു പോയി എവിടേക്ക്? ഇവിടെ 18ഓളം ദിവസം താമസിച്ചിട്ടും പരിഹാരമില്ലാതെ തിരിച്ചു നേരെ മദീനയിലേക്ക് തന്നെ പോയി. അങ്ങനെയാണ് പിന്നെ അടുത്ത വർഷമാണ് ഞാൻ പറഞ്ഞല്ലോ മക്കം ഫതഹ് എന്ന് പറഞ്ഞ അവിടെ പോയില്ലേ, അവിടെ കൊടിപ്പള്ളി, അവിടെ എല്ലാം അടുത്ത വർഷം വരുമ്പോഴാണ് പിന്നീട് എന്തായി മക്ക മൊത്തം കീഴടക്കുന്നതും. അങ്ങനെ തുടങ്ങി ആ ചരിത്രങ്ങൾ നീണ്ടു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അന്ന് ആ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ അഗ്രിമെന്റ് എല്ലാം എഴുതിയ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ കെട്ടിനകത്തുള്ള സ്ഥലം. ഈ കാണുന്ന ഇപ്പൊ ഈ കെട്ടാനല്ലേ ആ ഒരു മറ വരച്ച അല്ലേ, അതിനകത്തുള്ള സ്ഥലമാണ് പ്രിയമുള്ളവരെ ആരംഭപ്പൂവും സ്വഹാബത്തും വന്ന് നിന്ന സ്ഥലം. നമ്മ എവിടെ നിൽക്കുന്നത്? ആരംഭപ്പൂവും സ്വഹാബത്തും വന്നു നിന്നത് മാത്രമല്ല, തങ്ങൾ വല്ലാതെ വിഷമിച്ചിരുന്നൊരു സംഭവമായിരുന്നല്ലോ. കാലങ്ങളായി ആഗ്രഹിച്ച് തിരിച്ചു പോകേണ്ടി വന്നില്ലേ? ആ ഒരു ചരിത്രം നടന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ചരിത്രങ്ങൾ നീണ്ടു എല്ലാം കൂടി പറഞ്ഞാൽ എന്താവും, നമ്മളെ ബുദ്ധിമുട്ടായി പോകും. ഇവിടെ നടന്നൊരു സംഭവം മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അങ്ങനെയൊക്കെ വലിയൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിരുന്ന സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് അന്ന് ഹുദൈബിയയിൽ അവർ ഉപയോഗിച്ചിരുന്ന കിണറുണ്ട്, അത് നമ്മൾ പോകുന്ന വഴിയിൽ ഇൻഷാ അല്ലാഹ് കാണിച്ചു തന്നിട്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഓരോ ഇഹ്റാം ചെയ്യുമ്പോഴും ആ ഇഹ്റാം ചെയ്യുന്ന സ്ഥലത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിൽ കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഇഹ്റാം ചെയ്യുമ്പോൾ എന്താണ് ഒന്നും കൂടെ നമുക്ക് മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാവും. ഇവിടെ ആരംഭപ്പവും തങ്ങൾ സ്വഹാബത്ത് വന്ന സ്ഥലം ആയിഷയിൽ അങ്ങനെയല്ല, മസ്ജിദ് ആയിഷ ഉമ്മന്റെ മഹത്താണ്. ഇവിടെ ആരംഭപ്പവും സ്വഹാബത്തും വന്ന സ്ഥലമാണ്. എന്തുകൊണ്ടും ഇവിടെ വലിയ മഹത്വമുണ്ട്. അങ്ങനെ ഒറ്റ കാര്യങ്ങൾ പറയട്ടെ, അങ്ങനെ എന്തായി, തങ്ങൾ സൈൻ ചെയ്തു, ആ സമ്മ പിരിച്ചിട്ടു. പക്ഷേ സ്വഹാബത്തൊന്നും ആ സഭയിൽ നിന്ന് എഴുന്നേക്കുന്നില്ല. സ്വഹാബത്തിനൊക്കെ വല്ലാത്ത വിഷമം. കാരണം കാലങ്ങളായി ആഗ്രഹിച്ചു വന്നല്ലേ, തങ്ങൾ തന്നെ ഒപ്പിട്ടു. സ്വഹാബത്തൊക്കെ നിരാശയായി. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഖും യാ സ്വഹാബ, എല്ലാവരും എഴുന്നേക്ക് പോവാ. ഒരാളും എഴുന്നേക്കുന്നില്ല. ആരംഭപ്പൂവിനെ ധിക്കരിച്ചില്ല. സ്വഹാബത്തൊന്നും 1% പോലും ആരംഭപ്പൂവിനെ ധിക്കരിക്കാൻ ആഗ്രഹിക്കാത്തവരാ. എന്തേ എഴുന്നേക്കാത്തത്? അവരുടെ മനസ്സിൽ മക്ക ഇങ്ങനെ വലിയ പർവ്വതമായിരുന്നു, മനസ്സിൽ ഉംറ, അതെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ എന്ന് വല്ലാത്ത വേദനയോടെ ആ സമയത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഭാര്യ, ആ ഭാര്യ തങ്ങളെ വിളിച്ചോണ്ട് തങ്ങൾ വിഷമിച്ചു. എന്താ ചെയ്യേണ്ടി പടച്ചോനെ, എന്റെ സ്വഹാബ എഴുന്നേക്കുന്നില്ല
എന്നാൽ ഇവിടെ കരാർ എപ്പോഴെല്ലാം കഴിയുകയും ചെയ്തു. ആ സമയത്താണ് മുത്തായ തങ്ങളുടെ ഭാര്യ തങ്ങളെ വിളിച്ചുകൊണ്ടത്. തങ്ങൾ എവിടെ പോകുമ്പോൾ ഒരു ഭാര്യ തങ്ങളെ കൂടെ ഉണ്ടാവും. അങ്ങനെ തങ്ങളെ വിളിച്ചുകൊണ്ടുപോയി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആദ്യം മുണ്ടനം ചെയ്താള്. അപ്പൊ എന്തായി, ഉംറന്ന് വിരമിച്ചില്ലേ, അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ ബാക്കിയുള്ളവരെല്ലാം കാണുമ്പോൾ അതുപോലെ ചെയ്തോളും. അങ്ങനെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യയും അങ്ങനെ അവരുടെ ടെന്റിലേക്ക് പോയി. അവരവിടെ നിന്നുണ്ടായി മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുണ്ടനം ചെയ്ത് തിരിച്ചു വന്നു. ഈ ഇരിക്കുന്ന എല്ലാ സ്വഹാബയും കണ്ണീരിങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ട് അവർ മനമില്ല മനസ്സോടെ ആരംഭപ്പൂർവ്വം മുണ്ടനം ചെയ്ത് കണ്ടപ്പോൾ അവരൊന്ന് എഴുന്നേറ്റു. കാരണം കഴിഞ്ഞു, ഇനി തിരിച്ചു പോലെ ഓപ്ഷനുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന ബലിമൃഗത്തെ അവരെല്ലാവരും തലമുണ്ടനം ചെയ്തു, ബലിമൃഗത്തെ ബലി അറുത്തു. അങ്ങനെ അവരെല്ലാവരും തിരിച്ചു വീണ്ടും മദീനയിലേക്ക് തന്നെ പോയി. പ്രിയമുള്ളവരെ, ഇതൊക്കെ ആരംഭപ്പൂർവ്വം സഹിച്ച വേദനയും യാതനകളാ. മനസ്സിലായില്ല, അന്ന് ഈ ബിൽഡിംഗ് അവിടെയല്ല, ഈ പള്ളി ഇവിടെ ഇതൊക്കെ ഒരു മരുഭൂമിയായ സ്ഥലമാണ്. അപ്പോ ആ സ്ഥലത്താണ് അവരിങ്ങനെ കഷ്ടപ്പാട് അനുഭവിച്ച് നമുക്ക് ഈ പൊന്നുപോലുള്ള ദീനിനെ തന്നത്. ആ ദീനിനെ നമുക്ക് അവർ തരുമ്പോ അതിൻ്റെതായ മഹത്വത്തിൽ കൊണ്ടുനടക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ നമ്മൾ ഇതായി കാണുന്ന സ്ഥലമാണ് ഹുദൈബിയ, സന്ധി നടന്ന സ്ഥലം. ഇവിടുന്ന് എല്ലാവരും ഇഹ്റാം ചെയ്തു. അങ്ങനെ നമ്മൾ ഹാജിമാരൊക്കെ വളരെ റാഹത്തായി ഉംറകൾ ഇഹ്റാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഇനി തിരിച്ച് പരിശുദ്ധമായ ഹറമിലേക്ക് പോവുകയാണ്. ആ ഹറമിൽ പോയി ഇനി ഹറമിൽ നിന്ന് ഉംറ ചെയ്യണം. അങ്ങനെ ഉംറകൾ ഓരോ ദിവസം അങ്ങനെ ഓരോന്ന് പൂർത്തിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഒരുപാട് ഉംറകൾ, ഓരോ ബാച്ചും ഞങ്ങൾ 8 ഉംറകൾ വരെ ചെയ്യാറുണ്ട്. അതെല്ലാ ബാച്ചും, ഈ ബാച്ചിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ.